നമസ്കാരം. ഇക്കിൾ വരാത്തവരായി ആരും ഉണ്ടാകില്ല. ഭക്ഷണം കഴിക്കുമ്പോഴോ വെള്ളം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് പേടി വരുമ്പോഴോ ഒക്കെ ഇക്കിൾ വരാറുണ്ട്. ചിലപ്പോൾ ഇത് കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കും. എന്നാൽ ചിലപ്പോൾ മണിക്കൂറുകളോളം നമ്മളെ അലോസരപ്പെടുത്താറുണ്ട്. എന്താണ് ഈ ഇക്കിൾ? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ? ഇക്കിൾ മാറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എളുപ്പവഴികൾ എന്തൊക്കെ എന്ന് നോക്കാം. നമ്മുടെ നെഞ്ചിനും വയറിനും ഇടയിലുള്ള ഒരു മസിലാണ് ഡയഫ്രം. ശ്വാസമെടുക്കാനും പുറത്തുവിടാനും സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പേശിയാണിത്. ഇക്കിൾ ഉണ്ടാകുന്നത് ഈ ഡയഫ്രത്തിൽ പെട്ടെന്നൊരു കോച്ചിപ്പിടുത്തം ഉണ്ടാകുമ്പോഴാണ്. അതോടൊപ്പം നമ്മുടെ ശബ്ദപേടകത്തിലെ വോക്കൽ കോഡുകൾ പെട്ടെന്ന് അടയുകയും ചെയ്യും. ഈ കോച്ചിപ്പിടുത്തവും വോക്കൽ കോഡുകൾ അടയുന്നതും ഒരുമിച്ച് സംഭവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇക്കിൾ ശബ്ദം കേൾക്കുന്നത്. വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ വയറു നിറയെ കഴിക്കുമ്പോഴോ ഡയഫ്രത്തിൽ സമ്മർദ്ദമുണ്ടാവുകയും ഇത് ഇക്കിൾ വരാൻ കാരണമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വേഗത്തിൽ വെള്ളം കുടിക്കുന്നതും ഇക്കിളിന് കാരണമാവാം. സോഫ്റ്റ് ഡ്രിങ്ക് പോലുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ കുടിക്കുമ്പോൾ വയറ്റിൽ ഗ്യാസ് നിറയുകയും ഇത് ഡയഫ്രത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്യും. മദ്യം ദഹനവ്യവസ്ഥയും ഡയഫ്രത്തെയും ബാധിക്കാം. അമിതമായി മദ്യം കുടിക്കുന്നതും ഇക്കിളിന് കാരണമാവാം. ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ പേടിയോ ഒക്കെ ഇക്കിളിന് കാരണമാവാറുണ്ട്. പെട്ടെന്ന് തണുത്ത ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുകയോ ചെയ്യുന്നത് ഇക്കിളിന് കാരണമായേക്കാം. അപൂർവമായി ചില മരുന്നുകളുടെ പാർശ്വഫലമായും ഇക്കിൾ വരാം. ഇവയെല്ലാം സാധാരണ കാരണങ്ങളാണ്. എന്നാൽ അപൂർവമായി ചില രോഗങ്ങളുടെ ലക്ഷണമായും ഇക്കിൾ വരാം. ഉദാഹരണത്തിന് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ, വൃക്കരോഗങ്ങൾ അല്ലെങ്കിൽ ആമാശയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ തുടങ്ങിയവ. ഇക്കിൾ തുടർച്ചയായി 48 മണിക്കൂറിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ശ്വാസം പിടിച്ചു നിർത്തുക. ഇത് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണ്. കുറച്ചുനേരം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പിടിച്ചു നിർത്തുക. ഇത് രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഡയഫ്രത്തെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. പതിയെ കുറച്ച് തണുത്ത വെള്ളം കുടിക്കുക. ഇത് അന്നനാളത്തിലെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയും ഇക്കിളിനെ ശമിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. 1 സ്പൂൺ പഞ്ചസാര വായിലിട്ട് ഉമിനീരുമായി ചേർത്ത് ഇറക്കുക. പഞ്ചസാരയുടെ മധുരം നാഡികളെ ഉത്തേജിപ്പിക്കും. കസേരയിലോ നിലത്തോ ഇരുന്ന് മുട്ടുകാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഇത് ഡയഫ്രത്തിൽ മർദ്ദം ചെലുത്തി ഇക്കിളിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. ശ്വാസമെടുത്ത് നെഞ്ചിൻകൂടിൽ ചെറുതായി മർദ്ദം ചെലുത്തുന്നതും ഇക്കിളിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഒരു കഷ്ണം നാരങ്ങയോ വിനാഗിരിയോ പോലെ പുളിയുള്ള എന്തെങ്കിലും കഴിക്കുന്നത് ഇക്കിളിനെ മാറ്റാൻ സഹായിക്കും. ചിലപ്പോൾ പെട്ടെന്നുള്ള പേടി ഇക്കിളിനെ മാറ്റാൻ സഹായിച്ചേക്കാം. വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ആഹാരം സാവധാനത്തിൽ മാത്രം ചവച്ചരച്ച് കഴിക്കുക. കാർബണേറ്റഡ് പാനീയങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. അമിതമായ മദ്യപാനം, മാനസിക സമ്മർദ്ദം എന്നിവ കുറയ്ക്കുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.